മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. ഇന്ന് വൈകിട്ട് 6:25ഓടെയാവും ഘോഷയാത്ര സന്നിധാനത്തെത്തുക. തങ്കയങ്കി ചാർത്തിയാവും സന്നിധാനത്ത് ഇന്ന് അയ്യപ്പന് ദീപാരാധന നടക്കുക. നാളെ ഉച്ചയ്ക്ക് 11:02-നും 11:39-നും ഇടയിലാകും മണ്ഡലപൂജ. സന്നിധാനമാകെ ഒരുങ്ങിക്കഴിഞ്ഞു. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനാണ് സന്നിധാനത്ത് ഓരോരുത്തരുടെയും കാത്തിരിപ്പ്. ഇന്ന് വൈകിട്ട് 6:25ഓടെയാകും തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുക. ഈ മാസം 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാകും പമ്പയിൽ എത്തിച്ചേരുക. പമ്പയിലെത്തുന്ന തങ്കയങ്കി വൈകിട്ട് 3 മണിവരെ പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തജന ദർശനത്തിനായി വെക്കും. തുടർന്ന് 3 മണിയോടെ അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ തങ്കയങ്കി പ്രത്യേക പേടകത്തിലാക്കി തലയിലേറ്റി സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. ഈ സമയമൊന്നും തന്നെ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് മല ചവിട്ടാൻ അനുവദിക്കില്ല. തുടർന്ന് മരക്കൂട്ടത്ത് വെച്ച് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തങ്കയങ്കിക്ക് ആചാരപരമായ സ്വീകരണം നൽകും. അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര ദീപാരാധനയ്ക്ക് തൊട്ടു മുമ്പാകും സന്നിധാനത്ത് എത്തിച്ചേരുക. പിന്നീട് തങ്കയങ്കി ചേർത്തിയാകും ദീപാരാധന. ഇതിനുശേഷം മാത്രമേ തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കൂ. നാളെയാണ് മണ്ഡലപൂജ. ഉച്ചയ്ക്ക് 11:02-നും 11:39-നും ഇടയിലാകും സന്നിധാനത്ത് മണ്ഡലപൂജ നടക്കുക. തുടർന്ന് രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിക്കും. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.